ഗ്രൂപ്പ് ഡി 2025 നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ റിലീസ് ആവുകയാണ്. അപ്പോൾ നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുന്നേ നമുക്ക് കുറച്ച് പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ വിചാരിക്കും എക്സാം പ്രിപ്പറേഷൻ ആണ്. അപ്പൊ എക്സാം പ്രിപ്പറേഷൻ അല്ല, എക്സാം പ്രിപ്പറേഷൻ നമ്മൾ നടത്തണം. അതല്ലാതെ വൺസ് നമ്മുടെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ വെരി നെക്സ്റ്റ് മൊമെന്റ് ചെയ്യുന്ന കാര്യമാണ് ആപ്ലിക്കേഷൻ ഫില്ലപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെക്കാനുണ്ട്. അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള ഒരു ഫുൾ വീഡിയോ ആണ് ഞാൻ ഇവിടെ ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് ഞാൻ അതിനകത്ത് പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും RRB ഗ്രൂപ്പ് ഡിയുടെ കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കാം. ഇത് 2025 ആനുവൽ കലണ്ടർ ആണ്. അപ്പൊ ഇതിന് പ്രകാരം നമ്മുടെ ഈ പറയുന്ന നോട്ടിഫിക്കേഷന്റെ പ്രപ്പോസൽ ഡ്രാഫ്റ്റ് ചെയ്യുന്നത് സെപ്റ്റംബർ 2025 പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വന്നൊരു നോട്ടീസ് ആയിരുന്നു ജാനുവരി 21 നമുക്ക് നോട്ടീസ് റിലീസ് ആവും എന്നുള്ളത്. അത് വീണ്ടും പോസ്റ്റ്പോൺ ചെയ്തിട്ട് ജാനുവരി 31 ആക്കിയിരിക്കുകയാണ്. മാർച്ച് 2 വരെയാണ് നമുക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുക. അപ്പം നമുക്ക് ജാനുവരി 31 നമ്മുടെ നോട്ടിഫിക്കേഷൻ വരികയാണ്. അപ്പൊ നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുന്നേ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കാനുണ്ട്. അപ്പൊ ആദ്യമേ പുതുതായിട്ട് രജിസ്റ്റർ ചെയ്യുന്ന ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നേരത്തെ നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ കഴിഞ്ഞ വർഷം RRB ഗ്രൂപ്പ് ഡി എക്സാം എഴുതിയ ആൾക്കാരാണ്, ആ ഒരു രജിസ്ട്രേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ നോക്കിയാൽ മതി. ഇത് പുതുതായിട്ട് രജിസ്ട്രേഷൻ ചെയ്യാൻ പോകുന്ന കുട്ടികൾക്കായിട്ടാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ പേര്, അഡ്രസ്സ്, കാര്യങ്ങളൊക്കെ നമുക്ക് അതിനകത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതിൽ ഏറ്റവും വാലിഡ് ആയിട്ട് വരുന്ന ഒരു സംഭവമാണ്, വാലിഡ് ആയിട്ട് നമ്മൾ കൊടുക്കേണ്ട സംഭവമാണ് നമ്മുടെ മൊബൈൽ നമ്പറും ഇമെയിൽ ഐഡിയും. ഇത് നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ കയ്യിലുള്ളത്, ഒരിക്കലും അതായത് നമ്മുടെ ഈ ഒരു റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് കഴിയുന്നത് വരെയും ഇത് അതായത് ആ ഒരു നമ്പറോ ഇമെയിൽ ഐഡിയോ ഒന്നും പോവാത്ത രീതിയിലുള്ള വാലിഡ് ആയിട്ടുള്ള ഇമെയിൽ ഐഡി ആൻഡ് മൊബൈൽ നമ്പർ കൊടുത്തിരിക്കണം. കാരണം ഈ ഒരു റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് ആയിരുന്നാലും ആപ്ലിക്കേഷൻ കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ അക്സെപ്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നാലും ഹോൾ ടിക്കറ്റിന്റെ കാര്യങ്ങളായിരുന്നാലും രജിസ്ട്രേഷൻ നമ്പർ ആയിരുന്നാലും ഒക്കെ നമുക്ക് ഈ പറയുന്ന മൊബൈൽ നമ്പർ ആൻഡ് ഇമെയിൽ ഐഡിയിലായിരിക്കും വരിക. അത് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് ആധാർ നമ്പർ എന്ന് പറയുന്നത്. ആധാർ ഒതന്റിക്കേഷൻ ഇതിനകത്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ ആധാർ നമ്പർ നമ്മൾ കൊടുക്കുന്ന സമയത്ത് അത് വെരിഫിക്കേഷൻ നമ്മൾ ചോദിക്കാറുണ്ട്. അതിൽ ഒരു OTP വരുന്നതായിരിക്കും. നമ്മൾ ആധാർ ഏത് നമ്പറിലാണോ ആധാർ എടുത്തിരിക്കുന്നത് അതിലൊരു OTP വരും. ആ OTP നമ്മൾ കൊടുത്തിട്ടാണ് ആധാർ അവിടെ നമ്മൾ വെരിഫിക്കേഷൻ സക്സസ് ആക്കുന്നത്. അപ്പൊ ആധാർ നിങ്ങൾ മസ്റ്റായിട്ടും ആ ഒരു ഒതന്റിക്കേഷൻ ചെയ്തിരിക്കണം. കാരണം എന്ന് വെച്ചാൽ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എക്സാം സെന്ററിൽ ചെല്ലുന്ന സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ചിലപ്പോൾ വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതൊന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് തന്നെ ആധാറിന്റെ വെരിഫിക്കേഷനും കൂടെ ചെയ്തിരിക്കാം. ഇനി ഇത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ സെറ്റ് ചെയ്ത് വെക്കേണ്ട 2 കാര്യങ്ങളാണ്. ഒന്ന് നമ്മുടെ ഫോട്ടോ പണ്ടാണെങ്കിൽ നമ്മൾ ഇത്ര സൈസിലുള്ള ഫോട്ടോ നമ്മൾ സെറ്റ് ചെയ്ത് അതിനെ നമ്മൾ ക്രോപ്പ് ചെയ്ത് ആ സൈസിലാക്കി ഇന്ന ഇമേജിലാക്കി നമ്മളത് വെച്ചേക്കും അല്ലെ. ഇപ്പോ നമ്മുടെ റെയിൽവേയുടെ ഈ പറയുന്ന ആപ്ലിക്കേഷൻ കാര്യങ്ങൾക്കൊന്നും നമ്മൾ ഫോട്ടോ നമ്മൾ ഡയറക്റ്റ്ലി കൊടുക്കേണ്ട ആവശ്യമില്ല. ലൈവ് ഫോട്ടോ ക്യാപ്ചർ ആണ്. അപ്പൊ അതിനകത്ത് പറയും ഒരു ലൈറ്റ് ബാക്ക്ഗ്രൗണ്ട് അവിടെ നമ്മൾ ഇരുന്നിട്ട് കറക്റ്റ് ആയിട്ട് ക്യാമറ ഫേസ് ചെയ്ത് നമ്മൾ ക്ലിക്ക് ചെയ്യാൻ വേണ്ടിട്ട് പറയും. അപ്പൊ ലൈവ് ആയിട്ട് നമുക്ക് ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. കറക്റ്റ് സ്പെസിഫിക്കേഷനിൽ നമുക്ക് ലൈവ് ഫോട്ടോ ക്യാപ്ചർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ സിഗ്നേച്ചർ ആണ്. സിഗ്നേച്ചർ നിങ്ങൾ JPG ഇമേജിലാണ് സെറ്റ് ചെയ്ത് വെക്കേണ്ടത്. അതിന്റെ ഒരു സൈസും കാര്യങ്ങളൊക്കെ നമുക്ക് വൺസ് നമ്മുടെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ അത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും. പിന്നെ ഇതൊരു ബ്ലാക്ക് കളറിലായിരിക്കണം ചെയ്യേണ്ടത് എന്നുള്ള കാര്യം അവിടെ വളരെ വ്യക്തമായിട്ട് തന്നെ പറയുന്നുണ്ട്. അപ്പൊ എന്തായാലും അത് വൺസ് നമ്മുടെ നമ്മുടെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ സിഗ്നേച്ചറിന്റെയും ആ ഒരു സ്പെസിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പൊ ഇത് 2 കാര്യങ്ങൾ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കേണ്ട കാര്യങ്ങളാണ്. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് കുറേ സർട്ടിഫിക്കറ്റ്സ് ആണ്. സർട്ടിഫിക്കറ്റ്സ് നമുക്ക് സാധാരണ നമ്മുടെ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് ഈ പറയുന്ന സർട്ടിഫിക്കറ്റ്സ് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടില്ല. പക്ഷേ ഇതിനകത്ത് കുറച്ച് സർട്ടിഫിക്കറ്റുകളുടെ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഏറ്റവും ഇമ്പോർട്ടന്റ് നമുക്കിത് 10th ക്വാളിഫിക്കേഷൻ വരുന്നതാണെന്ന് അറിയാലോ. അതുപോലെ NAC മീൻസ് നമുക്ക് ഇപ്പോ NIC സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് CCAA സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കൊക്കെ ആപ്ലിക്കേഷൻ കൊടുക്കുക. അപ്പൊ ഈ പറയുന്ന സർട്ടിഫിക്കറ്റും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, ഇത് സെറ്റ് ആക്കി വെച്ചേക്കുക. അപ്പൊ 10th സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. പിന്നെ SC/ST സർട്ടിഫിക്കറ്റ്, OBCയുടെ NCL സർട്ടിഫിക്കറ്റ്, EWS സർട്ടിഫിക്കറ്റ്സ്, എക്സ് സർവീസ് മെന്റർ സർട്ടിഫിക്കറ്റ്, PWBD സർട്ടിഫിക്കറ്റ്സ്. അപ്പൊ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആദ്യം 10th സർട്ടിഫിക്കറ്റിന്റെ കാര്യമാണ്. അപ്പൊ 10th സർട്ടിഫിക്കറ്റിന്റെ കാര്യത്തിൽ വേറെ ഒന്നും നിങ്ങൾ ചെക്ക് ചെയ്യേണ്ട. നമ്മളെ പേര്, നമ്മുടെ പാരന്റ്സിന്റെ പേര്, അച്ഛന്റെ പേരായിരിക്കും മെയിൻ ആയിട്ട് വരിക. പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത്, ഇത് 3ഉം തന്നെ ആയിരിക്കണം. അതായത് 10th സർട്ടിഫിക്കറ്റിൽ എന്താണ് കൊടുത്തിരിക്കുന്നത് അത് തന്നെയായിരിക്കണം ആപ്ലിക്കേഷനകത്ത് നിങ്ങൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇതിൽ മിസ്മാച്ച് വരരുത്.
ഈ 3 കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് നിങ്ങൾ നോക്കി വെച്ചേക്കുക. പിന്നെ വരുന്നതാണ് SC/ST സർട്ടിഫിക്കറ്റ്. ഈ SC സർട്ടിഫിക്കറ്റ് വരുമ്പോൾ നിങ്ങളിപ്പോൾ പണ്ടെടുത്ത SC സർട്ടിഫിക്കറ്റ്, അതായത് നമ്മൾ സെൻട്രൽ ഗവൺമെന്റ് എക്സാംസിന് വേണ്ടി എടുത്ത സർട്ടിഫിക്കറ്റ്സ് ആയിരിക്കണം. അത് നിങ്ങൾ പണ്ട് എടുത്തിട്ടുള്ളതാണെങ്കിൽ അത് മതി. കാരണം ഇത് ലൈഫ് ടൈം വാലിഡിറ്റി ഉള്ള സർട്ടിഫിക്കറ്റ് ആണ് ഈ പറയുന്ന കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന SC/ST സർട്ടിഫിക്കറ്റ്. ഈ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. അപ്പം നമ്മുടെ കയ്യിൽ അത് ഉണ്ടായിരിക്കണം, അപ്ലോഡ് ചെയ്തിരിക്കണം. എന്തിനു വേണ്ടിയിട്ടാണ്? നിങ്ങളിപ്പോ എക്സാം എഴുതാൻ പോകുമ്പോൾ നിങ്ങൾക്കിപ്പോ ട്രെയിനിൽ എന്താണ് ഫ്രീ ആയിട്ട് പോകണം. ആ ഒരു റിസർവേഷനോട് കൂടി നിങ്ങൾക്ക് പോകണം. ഫ്രീ ആയിട്ട് ട്രെയിൻ റിസർവേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടും എക്സാം പോകുന്ന സമയത്ത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് മസ്റ്റ് ആയിട്ടും സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്തിരിക്കണം. പിന്നെ നമുക്ക് ഇതിന്റെ സർട്ടിഫിക്കറ്റ് നമ്പറും ഇതിനകത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പം നമ്മുടെ കയ്യിൽ SC/ST കാറ്റഗറിയിലുള്ള കുട്ടികളാണെങ്കിൽ മസ്റ്റ് ആയിട്ടും എടുത്തു വെച്ചേക്കാം. നിങ്ങൾ നേരത്തെ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി എടുത്തു വെക്കേണ്ട കാര്യമില്ല. അത് ലൈഫ് ടൈം വാലിഡിറ്റി ഉള്ള സർട്ടിഫിക്കറ്റ് ആണ്. പിന്നെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രീ പാസ് കിട്ടുന്നതായിരിക്കും എക്സാമിന് പോകാൻ വേണ്ടിയിട്ടുള്ളത്. പിന്നെ സർട്ടിഫിക്കറ്റ് നമ്പറും ഇതിനകത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് OBC NCL സർട്ടിഫിക്കറ്റ് ആണ്. അപ്പൊ OBCയിൽ നമുക്കറിയാം 2 കാറ്റഗറീസ് വരുന്നുണ്ട്. ഒന്ന് ക്രീമി ലെയറും പിന്നെ ഒന്ന് നോൺ ക്രീമി ലെയറും. ക്രീമി ലെയർ എന്ന് പറയുമ്പോൾ സാധാ നമ്മുടെ ജനറൽ കാറ്റഗറി വൈസ് തന്നെയാണ് ക്രീമി ലെയർ വരിക. നോൺ ക്രീമി ലെയർ വരുമ്പോൾ സർട്ടിഫിക്കറ്റ് മസ്റ്റ് ആയിട്ട് നമ്മൾ എടുക്കുക. അത് 1 ഇയർ വാലിഡിറ്റി ഉള്ള സർട്ടിഫിക്കറ്റ് ആയിരിക്കും. ഇവിടെ 1 ഇയർ വാലിഡിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്യുന്ന സമയത്ത് ഒരു കട്ട് ഓഫ് ഡേറ്റ് കൊടുത്തിട്ടുണ്ടാവും. ആ കട്ട് ഓഫ് ഡേറ്റിന് ഉള്ളിൽ വെച്ചിട്ടുള്ള, അതായത് അതിനുള്ളിലുള്ള സർട്ടിഫിക്കറ്റ് ആയിരിക്കണം നിങ്ങൾ കൊടുക്കേണ്ടത്. അതിന് ശേഷമുള്ള സർട്ടിഫിക്കറ്റ് അല്ല, അതിനുള്ളിൽ നിങ്ങൾ എടുത്ത സർട്ടിഫിക്കറ്റ് ആയിരിക്കണം. അപ്പൊ നിങ്ങൾ ഇപ്പോൾ അപ്ലൈ ചെയ്തിട്ട് എടുക്കുക. ഓക്കെ, ഇത് ഏകദേശം ഒരു 1 വീക്കിന്റെ പ്രോസസ്സിൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇതൊക്കെ സെൻട്രൽ ഗവൺമെന്റിന്റെ സർട്ടിഫിക്കറ്റുകളാണ് വേണ്ടത്. ഇപ്പൊ നമുക്ക് സ്റ്റേറ്റ് ഗവൺമെന്റ് സർട്ടിഫിക്കറ്റും സെൻട്രലിനും കിട്ടും. സ്റ്റേറ്റ് ഗവൺമെന്റ് ആണെങ്കിൽ വില്ലേജ് ഓഫീസർ ആയിരിക്കും സൈൻ ചെയ്യുക. സെൻട്രൽ ഗവൺമെന്റ് ആണെങ്കിൽ താലൂക്ക് ഓഫീസർ തൊട്ടും മേലോട്ടുള്ള ആൾക്കാരായിരിക്കും സൈൻ ചെയ്യുന്ന സർട്ടിഫിക്കറ്റ്. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നമ്മുടെ നോട്ടിഫിക്കേഷൻ റിലീസ് ആകുമ്പോൾ അതിന്റെ ഏറ്റവും ബാക്കില് നമുക്ക് ഈ സർട്ടിഫിക്കറ്റ് ഫോർമാറ്റ് ഒക്കെ ഉണ്ടായിരിക്കും. വേണമെങ്കിൽ അത് നിങ്ങൾക്ക് എടുത്തിട്ട് കൊണ്ടുവന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് താലൂക്ക് ഓഫീസിൽ നിന്ന് വാങ്ങിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ അക്ഷയയിൽ പോയി ഡയറക്റ്റ് പറയുക, ഇങ്ങനെ സെൻട്രൽ ഗവൺമെന്റ് എക്സാംസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ റെയിൽവേ എക്സാമിന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സർട്ടിഫിക്കറ്റ് ഓൺലൈൻ ത്രൂ നിങ്ങൾക്ക് അത് ചെയ്ത് നിങ്ങൾക്ക് അത് കിട്ടിയിരിക്കും. അപ്പൊ ആ സർട്ടിഫിക്കറ്റ് നിങ്ങൾ അപ്ലോഡ് ചെയ്യണം. അത് പ്രത്യേകിച്ചും ഒന്ന് ഓർക്കുക, സെൻട്രൽ ഗവൺമെന്റ് സർട്ടിഫിക്കറ്റ് ആയിരിക്കണം. എല്ലാ സർട്ടിഫിക്കറ്റ്സും സെൻട്രൽ ഗവൺമെന്റ് സർട്ടിഫിക്കറ്റ് ആയിരിക്കണം കേട്ടോ. ഇതില് നമുക്ക് ഈ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടില്ല. ഇവിടെ സർട്ടിഫിക്കറ്റ് നമ്പർ ആവശ്യമാണ്. ഇത് നമ്മൾ അതിനകത്ത്, അതായത് ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് സർട്ടിഫിക്കറ്റ് നമ്പർ നമ്മൾ കൊടുത്തിരിക്കണം. അതുകൊണ്ട് നമ്മുടെ കയ്യിൽ എന്ത് വേണം? ഈ പറയുന്ന സർട്ടിഫിക്കറ്റ് വേണം. ഇനി EW സർട്ടിഫിക്കറ്റ് ആയിക്കോട്ടെ, അതൊരു ഇൻകം ആൻഡ് അസറ്റ് സർട്ടിഫിക്കറ്റ് ആണ്. അപ്പൊ അതൊരു ഫിനാൻഷ്യൽ ഇയർ വൈസ് വരുന്ന ഒരു സർട്ടിഫിക്കറ്റ് ആണ്. ഫിനാൻഷ്യൽ ഇയർ അറിയാലോ, April 1 തൊട്ടാണ് നമുക്ക് ഫിനാൻഷ്യൽ ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അടുത്ത April 1 വരെ ആയിരിക്കും, ആ ഒരു March 30 വരെ ആയിരിക്കും നമുക്ക് ഒരു ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത്. അപ്പം ഈ വർഷം സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് April 2025 ശേഷം എടുത്തിട്ടുള്ളത് അത് ഇപ്പോഴാകുമ്പോഴത്തേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാമല്ലോ. ഈ April 2026 വരെ വാലിഡ് ആണ്. അപ്പോൾ 2025 April 1 ശേഷം എടുത്തിട്ടുള്ളവര് ആയിരിക്കണം EW സർട്ടിഫിക്കറ്റ്. അതിന് മുന്നേ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, ഒന്നുകൂടെ പുതുക്കുക. അത് ഒന്നുകിൽ നിങ്ങൾക്ക് റിന്യൂ ചെയ്യാം, അല്ലെങ്കിൽ പുതിയൊരു സർട്ടിഫിക്കറ്റിന് കൊടുത്തിട്ട് നിങ്ങൾക്ക് പുതുതായിട്ട് അപ്ലൈ ചെയ്ത് എത്രയും പെട്ടെന്ന് അത് വാങ്ങിച്ചു വെക്കാം. അപ്പൊ ഇതും 1 ഇയർ വാലിഡിറ്റി ആണ്, പക്ഷെ ഇത് ഫിനാൻഷ്യൽ ഇയർ ആണ് വരുന്നത്. അതൊന്ന് ഓർക്കുക. ഇവിടെയും നമുക്ക് സർട്ടിഫിക്കറ്റ് നമ്പർ കൊടുക്കേണ്ടതായിട്ടുള്ള ആവശ്യം വരുന്നുണ്ട്. അപ്പൊ അത് വളരെ വ്യക്തമായിട്ട് തന്നെ നിങ്ങൾ അത് ചെയ്തിരിക്കാം. ഇനി പിന്നെ വരുന്ന NOC സർട്ടിഫിക്കറ്റ് ആണ്. NOC എന്ന് പറയുമ്പോൾ അറിയാലോ, ഇപ്പൊ ഗവൺമെന്റ് എംപ്ലോയീസ് ഉണ്ടെങ്കിൽ അവർക്ക് ഇപ്പൊ ഈ എക്സാം എഴുതണം, അല്ലെങ്കിൽ ഇപ്പൊ PSUസിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഓഫീസറിൽ നിന്നും ഒരു NOC സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് വെക്കാനുണ്ട്. അപ്പൊ NOC സർട്ടിഫിക്കറ്റ് ഗവൺമെന്റ് ഓഫീസേഴ്സ്, അതായത് ഗവൺമെന്റിൽ ജോലിയുള്ളവർക്ക് നമ്മുടെ ഈ പറയുന്ന എക്സാമുകൾക്കൊക്കെ അപ്ലൈ ചെയ്യണമെങ്കിൽ NOC സർട്ടിഫിക്കറ്റ് മസ്റ്റ് ആയിട്ട് വേണം. പിന്നെ PWBD സർട്ടിഫിക്കറ്റ് ആണ്. അപ്പൊ അതായത് നമുക്ക് ഡിസബിലിറ്റി ആയിട്ടുള്ള, അപ്പൊ കുറേ ഡിസബിലിറ്റി കാറ്റഗറീസ് വരും. അത് നമുക്ക് നോട്ടിഫിക്കേഷൻസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് ഏതൊക്കെ ഡിസബിലിറ്റീസ് വരും. ഇപ്പം ഹെയറിംഗ് എബിലിറ്റി ഉള്ള ഇതുണ്ടാവും, അങ്ങനെയുള്ള കുറെ ഡിസബിലിറ്റീസ് വരുന്ന കാറ്റഗറീസ് ഉണ്ട്. അപ്പൊ അവർക്ക് ഈ പറയുന്ന PWBD സർട്ടിഫിക്കറ്റ്സ് ആവശ്യമുണ്ട്. അപ്പൊ അതും ഈ പറയുന്ന പോലെ ഒന്നുകിൽ അക്ഷയയിൽ പോയിട്ട് നമുക്കത് അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ ഈ നേരത്തെ പറഞ്ഞ പോലെ ബാക്കിൽ നമ്മുടെ നോട്ടിഫിക്കേഷന്റെ ബാക്കിൽ അതിന്റെ ആ ഒരു ഫോമാറ്റ് ഉണ്ടായിരിക്കും. അത് കട്ടൗട്ട് എടുക്കുക, നമ്മുടെ കൺസേൺഡ് അതോറിറ്റിയെ കൊണ്ട് അത് സൈൻ ചെയ്ത് വാങ്ങിക്കുക എന്നുള്ളതാണ്. അല്ല നിങ്ങളുടെ കയ്യിൽ PWBD സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത് അപ്ലോഡ് ചെയ്താലും മതി.
ഓക്കെ, PWBD കാൻഡിഡേറ്റ്സിന് പറ്റിയിട്ടുള്ള ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ നമ്മൾ വൺസ് നോട്ടിഫിക്കേഷൻ വന്നാൽ നമുക്കത് ഡിസ്കസ് ചെയ്യാം. നെക്സ്റ്റ് എക്സ് സർവീസ്മെൻ സർട്ടിഫിക്കറ്റ് ആണ്. അതായത് നിങ്ങളിപ്പോ അവിടുന്ന് വരുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഡിസ്ചാർജ് സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ, അതാണ് അതിനകത്ത് അത് നമ്മൾ അപ്ലൈ എന്താണ് കൊടുക്കേണ്ടതായിട്ട് വരും. അതായത് നിങ്ങൾ എന്ന് സ്റ്റാർട്ട് ചെയ്തു, എന്ന് എൻഡ് ചെയ്തു, സർട്ടിഫിക്കറ്റ് നമ്പർ, ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടതായിട്ട് വരും. PWBD കാൻഡിഡേറ്റ്സിനാണെങ്കിലും സർട്ടിഫിക്കറ്റ് നമ്പർ നമ്മൾ കൊടുക്കേണ്ടതായിട്ട്. അപ്പൊ ഇതൊക്കെ നമ്മൾ നേരത്തെ തന്നെ എന്താണ് സെറ്റ് ചെയ്ത് വെക്കേണ്ട സർട്ടിഫിക്കറ്റുകളാണ് ഈ പറഞ്ഞതൊക്കെ. അപ്പൊ RRB ഗ്രൂപ്പ് ഡിയുടെ 2025 നോട്ടിഫിക്കേഷൻ ഉടനെ തന്നെ വരികയാണ്. അപ്പൊ അതിന് മുന്നേ തന്നെ നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വളരെ നീറ്റായിട്ട് തന്നെ അത് ചെയ്ത് വെച്ചേക്കാം. പിന്നീട് നമ്മൾ വൺസ് നമ്മളത് കിടന്ന് ഓടാനും അതുപോലെ അത് കിട്ടാതെയൊക്കെ വരുമ്പോഴുള്ള ഒരു ബുദ്ധിമുട്ടൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് നിങ്ങൾ അത് കറക്റ്റ് ആയിട്ട് തന്നെ സെറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ നമ്മുടെ RRB ഗ്രൂപ്പ് ഡി 2025 എക്സാം പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്കായിട്ട് എൻട്രി ഒരു എന്താണ് ഏറ്റവും വലിയൊരു ഓഫർ നിങ്ങൾക്ക് ഇപ്പൊ തന്നിരിക്കുകയാണ്. അതായത് ഇപ്പൊ ജാനുവരി 29 to 31 വരുന്ന ആ ടൈമുകളിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ജാനുവരി എൻഡിന് പർച്ചേസ് ആണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന എന്താണ് 3 സെലക്ടഡ് കാൻഡിഡേറ്റ്സിന് 5% എക്സ്ട്രാ ക്യാഷ് ബാക്ക് കിട്ടും. അത് 29 to ജാനുവരി 31 വെച്ചിട്ടായിരിക്കും ആ വാലിഡിറ്റി വരിക. അതല്ലാതെ ഒരു കാര്യം കൂടെ ഇതിനകത്ത് പറയുന്നുണ്ട്. നമുക്ക് ഇത്രയും നാളും നമ്മുടെ കോഴ്സുകൾ 1 year വാലിഡിറ്റിയിലാണ് വന്നുകൊണ്ടിരുന്നത്. ഇനി നിങ്ങൾക്ക് 2 year വാലിഡിറ്റിയിലാണ് കോഴ്സുകൾ കിട്ടാൻ പോകുന്നത്. അപ്പൊ നമ്മുടെ RRBയുടെ പ്രിപ്പറേഷൻസ് ഒക്കെ നടത്തുന്നവർക്ക് ഏറ്റവും വലിയൊരു കാര്യമാണ് 2 വർഷത്തെ വാലിഡിറ്റിയാണ് നിങ്ങൾക്ക് അവിടെ കിട്ടാൻ പോകുന്നത്. 2 വർഷത്തെ വാലിഡിറ്റി കൊണ്ട് നിങ്ങൾക്ക് എന്താ ഉപയോഗം? നിങ്ങളിപ്പോ 2025 ഇപ്പൊ പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്ത കുട്ടികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് അവിടെ ഇപ്പോ ഈ ഒരു എക്സാമിന് എന്തെങ്കിലും ഒരു കുറവ് മാർക്കാണ് ചിലപ്പം എനിക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടുത്ത 2026 വേറൊരു കോഴ്സ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണ്ട. വീണ്ടും നിങ്ങൾക്ക് 1 year വാലിഡിറ്റി അവിടെ കിട്ടുകയാണ്. അപ്പൊ ഒന്നുകിൽ 2025 അല്ലെങ്കിൽ 2026 എക്സാം ക്രാക്ക് ചെയ്യാം എന്ന് അതിനു വേണ്ടി ഫുൾ സപ്പോർട്ടോട് കൂടി ഈ 2 year നമ്മൾ നിങ്ങളോടൊപ്പം തന്നെ ഉണ്ടായിരിക്കും. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇ ബുക്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ കംപ്ലീറ്റ് സ്റ്റഡി മെറ്റീരിയൽസ് കിട്ടുന്നതായിരിക്കും. ലൈവ് പ്ലസ് റെക്കോർഡ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. 10,000+ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. മോക്ക് ടെസ്റ്റുകളും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ അനാലിസിസും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഇതിൽ കൂടെ ലഭിക്കുന്നതായിരിക്കും. പിന്നെ നമുക്ക് ഈ പറയുന്ന എന്താണ് വാട്സ്ആപ്പ് മെന്റർഷിപ്പ്, വാട്സ്ആപ്പിൽ നിങ്ങൾക്ക് മെന്റർഷിപ്പ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അത് ഫുൾ ടൈം ഒരു മെന്റർഷിപ്പ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ് ഉണ്ടായിരിക്കും. ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് ഉണ്ടായിരിക്കും. ഫുൾ റിവിഷൻ പ്ലാൻ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. കസ്റ്റമൈസ്ഡ് സ്റ്റഡി പ്ലാൻ ആയിരിക്കും നിങ്ങൾക്ക് തരിക. അതായത് ഇപ്പോ ഓരോ വീക്ക് അല്ലെങ്കിൽ ഓരോ ഇത് വെച്ചിട്ട് നിങ്ങൾ കസ്റ്റം ചെയ്തിട്ട് നിങ്ങളുടെ ആ ഒരു വീക്ക്നെസ് ഒക്കെ മനസ്സിലാക്കിയിട്ടുള്ള സ്റ്റഡി പ്ലാൻ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് പഠനം ആരംഭിക്കാം. 2 വർഷത്തെ വാലിഡിറ്റിയാണ് വരുന്നത്. ഇനി ഈ കോഴ്സിനെ പറ്റി നിങ്ങൾക്ക് കൂടുതൽ അറിയണം എന്നുണ്ടെങ്കിൽ ഞാൻ ഈ കാണിച്ചിരിക്കുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതായത് 8714764666 എന്ന നമ്പറിലേക്ക് വിളിച്ച് കോൺടാക്ട് ചെയ്യാം. അപ്പോ നന്നായിട്ട് തന്നെ എക്സാം പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ നടക്കട്ടെ. RRB ഗ്രൂപ്പ് ഡി എക്സാം നോട്ടിഫിക്കേഷൻ വരാൻ പോവുകയാണ്. അടുത്തൊരു വൻ അവസരം നമ്മുടെ മുമ്പിലുണ്ട്. പഠിക്കാനുള്ളത് ഇത്രയും കഴിഞ്ഞ ഗ്രൂപ്പ് ഡി എക്സാമിന് നിങ്ങൾക്ക് നന്നായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്ന് ഉറപ്പുള്ളവരുണ്ടെങ്കിൽ ഈ ഗ്രൂപ്പ് ഡി എക്സാമിന് നിങ്ങൾ ഒട്ടും തന്നെ എന്താണ് ബാക്കിലോട്ട് ആവരുത്. എവിടെയാണോ വീക്ക് ആയിട്ടുള്ളത് അത് സ്ട്രോങ് ആക്കി പോവുക. പുതുതായിട്ട് പഠിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ പഠനം സ്റ്റാർട്ട് ചെയ്തോളൂ. ഒട്ടും തന്നെ വൈകിക്കരുത്. നമുക്ക് ഇനി സമയമില്ല. ഇനി നമ്മൾ വൈകിച്ചാൽ നമുക്ക് സമയം കിട്ടില്ല. അപ്പം നന്നായിട്ട് അതിന്റെ പ്രിപ്പറേഷൻസ് കാര്യങ്ങളൊക്കെ നടക്കട്ടെ. അപ്പൊ അതിന്റെ ബാക്കി ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമ്മൾ ബാക്കിൽ വരുന്നുണ്ട്. അതായത് വൺസ് നമ്മുടെ നോട്ടിഫിക്കേഷൻ ഒന്ന് വരട്ടെ, അതിനുശേഷം നമ്മൾ ബാക്കി കാര്യങ്ങളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഈ നമ്പർ നിങ്ങൾ മറക്കണ്ട. ബാച്ച് ഡീറ്റെയിൽസിനെ പറ്റിയിട്ടൊക്കെ നിങ്ങൾക്ക് അന്വേഷിക്കാം. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് നിങ്ങൾ ലൈക്ക് ചെയ്തേക്കാം. അതുപോലെ നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഇതുപോലെ വരുന്ന ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് അപ് ടു ഡേറ്റ് ആയിട്ട് നമ്മൾ എന്താണത് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോ നിങ്ങൾ എന്ത് ചെയ്യാം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അപ്പൊ അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾ എന്തായാലും അടുത്ത പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും താങ്ക് യു, ബൈ.